നിയമസഭാ ഇലക്ഷൻ വരികയാണ്. UDFന് അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം അവർക്കിടയിലുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് 5 വർഷം കൂടുമ്പോൾ മാറി മാറി അധികാരത്തിൽ വരുവാണ്. എൻ്റെ ഒരു വകയിലൊരു ആൻറ്റി ഉണ്ട് നാഗടുത്ത്. ഒരു കോൺഗ്രസിൻ്റെ ഉന്നത വൃത്തങ്ങളിലെല്ലാം വളരെ സ്വാധീനമുള്ള ആളാണ് എന്ന് സ്വയം കരുതുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സഹോദരി കോൺഗ്രസിൻ്റെ നേതാവാണ് ലോക്കൽ. അവളല്ല ഉദ്ദേശിച്ചത്. ഇപ്പം അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാണ്. അവൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ അറിയാം. അവൾ കണക്ഷനുള്ള ആൾ. ഇങ്ങനെ പൊങ്ങച്ചം വന്ന് ഇറങ്ങുന്ന ടൈപ്പില്ല ഈ ആൻറ്റി. അപ്പം ഇവർ എന്നോട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സ്ഥിതി. അപ്പോൾ എന്താണ് കേരളത്തിൽ എപ്പോഴും അറിയാമല്ലോ LDF UDF അത് ശരി. പിന്നെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ എല്ലാം കോൺഗ്രസ്സുകാർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു ശരി, നമുക്കൊന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ അവരുടെ മനസ്സിൽ അവർ ആ സദ്യ ഉണ്ടോട്ടെ നമ്മളായിട്ടത് തടസ്സം ഉണ്ടാക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ഈ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട യൂട്യൂബ് ചാനലിലൊക്കെ ചില ആളുകൾ വന്നിട്ട് ഓരോരോ വിഷ്ണുനാഥിന് ഇന്ന മിനിസ്റ്റർ പോസ്റ്റ്, മറ്റേ പത്മജ വേണുഗോപാൽ ഇന്ന പോസ്റ്റ്, ഷാനി മോൾ ഉസ്മാൻ ഇന്ന പോസ്റ്റ്, ശബരിനാഥിന് ഇന്ന പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പോർട്ട്ഫോളിയോ തന്നെ അവർ വിഭജിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെന്ത് സംഭവിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അതാണ് പിണറായി പറഞ്ഞ അതുക്കും മേലെ ഉള്ള വിജയം നേടിയത്. ഇതേ രീതിയിൽ തന്നെയാണ് അന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി പഞ്ചായത്ത് ഇലക്ഷൻ. അത് പഞ്ചായത്ത് ഇലക്ഷൻ എപ്പോഴും LDFന് മേൽക്കൈ ഉണ്ടാവും. കാരണം LDF ലോക്കലി അവരുടെ ആളുകൾ വളരെ ആക്റ്റീവാണ്. ശരി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ മുമ്പാണെന്ന് 2 പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ അല്ലല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ ആര് ചോദിച്ചു അവരാണ് നിയമസഭ. അങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നോ. ശരി, നമ്മളെന്ത് പറയാൻ. ഇപ്പോൾ എൻ്റെ പേര് രജനി അല്ല നിങ്ങൾ വന്ന് ഞാൻ ചിലപ്പോൾ അങ്ങനെ വിട്ടിട്ടുണ്ട് പല ഡിസ്കഷൻ. സത്യം പറഞ്ഞാൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പച്ചക്കള്ളം പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും. അങ്ങനല്ല. അല്ല നിങ്ങളങ്ങനെ വന്നിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ മലയാളികളുടെ ഇടയിൽ. പക്ഷേ LDF സർക്കാരിന് അത് കൃത്യമായിട്ട് മലയാളികളുടെ മനസ്സറിയാം. പലപ്പോഴും ഇലക്ഷൻ സമയം അടുക്കുമ്പോഴത്തേന് ഈ മലയാളികളുടെ മനസ്സ് എങ്ങനെ പിടിച്ചെടുക്കണമെന്നുള്ളൊരു രീതിയിൽ ഒരു കിറ്റിലൂടെയാണെങ്കിൽ അവർ പിടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരം എല്ലാവർക്കും കരുതിയിട്ടുണ്ട്. അപ്പോൾ രജനി സ്ഥിരമായിട്ടൂടെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് രജനിയുടെ ഒരു വെറുപ്പൊക്കെ ഉണ്ടാവും. രജനിയെ മാറ്റി ചിന്തിക്കാൻ പകരാരെ വെക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രജനിയെക്കാട്ടും ശക്തരായിട്ടുള്ള ഒരാൾ അതേപോലെ തന്നെ നിൽക്കുന്ന ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും. അവിടെയാണ് പ്രശ്നം. അപ്പം പിന്നെ രജനീനെ കണ്ടിന്യൂ ചെയ്തോട്ടെ കയറി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതേപോലെ ഇതിന് ഭരണവിരുദ്ധ വികാരം ആര് ഭരിച്ചാലും ഉണ്ടാവും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലും നിങ്ങൾ എല്ലാ മാസം കിറ്റ് കൊടുത്താലും കിറ്റിലെ സാധനങ്ങൾ പോരാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അതുണ്ടാ മനുഷ്യൻ്റെ സ്വഭാവം. അത് മനുഷ്യൻ ഒരിക്കലും തൃപ്തനാവില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഇലക്ഷൻ എങ്ങനെ LDFന് മേൽക്കൈ ഉണ്ടാവും. ഇതുവരെ മേൽക്കൈ തകർന്നില്ലല്ലോ ബൈ ഇലക്ഷൻ. ലോക്സഭാ ഇലക്ഷൻ മോഡിക്കെതിരെയുള്ള വികാരം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ള വേറൊരു കാര്യം. രാജീവ് ജയിക്കേണ്ടതിന് അടുത്തടുത്ത് എന്നുള്ള വേറൊരു കാര്യം. എങ്കിൽ പോലും അതിൻ്റെ പുറത്താണത്. പിന്നെ പിണറായി ടാക്ടിക്കലായി ചെയ്യുന്ന കാര്യം ലോക്സഭാ ഇലക്ഷന് ജനങ്ങൾക്കുള്ള ഈ ഭരണവിരുദ്ധ വികാരം മൊത്തം വോട്ട് ചെയ്ത് തീർത്തോട്ടെ വിചാരിക്കും. മൂപ്പര് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും എല്ലാം കൂടി ഗ്രാബ് ചെയ്ത് വെക്കണമെന്ന് അംഗീകരിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ലോക്സഭയിലെ കുറച്ച് ആളുകൾ വെറുതെ കിടന്നു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഒരിക്കില്ലല്ലോ. മാത്രമല്ല ഡൽഹി പ്രത്യേക പണിയൊന്നും ഇല്ലാതൊക്കെ അവർ ചിലപ്പോൾ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലത് കോൺഗ്രസ്സുകാർ പോയിക്കോട്ടെ എന്ന് മൂപ്പരും വിചാരിച്ചു. അങ്ങനെ മുമ്പ് ഒരാളെ പറഞ്ഞു വിട്ട് അയാൾ പിന്നെ കോൺഗ്രസ് പോയി പിന്നെ BJP പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുഭവം അവരുടെ മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്സഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് നിയമസഭാ ഇലക്ഷൻ്റെ പ്രത്യേകത ലോക്സഭാ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഏരിയയിലാണ്. എന്നാൽ 10 പഞ്ചായത്ത് 8 പഞ്ചായത്തുകളൊക്കെ കൂടിയൊരു ഏരിയയല്ല. അപ്പോൾ അവിടെയുള്ള ആ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. അവിടെയാണ് CPMൻ്റെ ഗുണം. ഇവൻ കുറേ കാലമായിട്ട് ജാഥയും പിരിവും മറ്റായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോൾ ഒരു വലിയൊരു ഏരിയയാണ്. അവിടെ സുരേഷ് ഗോപിനെ പോലെ സ്ഥാനാർത്ഥി മതി. കാരണം ഒരു ഇമേജൊക്കെ ഉള്ള സ്ഥാനാർത്ഥി മതി. അല്ല ഡേ ടു ഡേ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിനും നിയമസഭാ ഇലക്ഷനിലും നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസമുള്ളൊരു ഫേസും തീരെ നിങ്ങൾ കണ്ടിട്ടും ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ മാമച്ചനെ പോലെ കല്യാണ വീട്ടിൽ വന്നിട്ട് പിന്നെ വരനാവുകയും മരണ വീട്ടിൽ പോയി ശവമാകുകയും ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഈ മരണ വീട്ടിലും കല്യാണ വീട്ടിലും വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്യുക? ചെയ്തു തരുന്ന ആളുകൾ കാണണം. അതാണ് CPMൻ്റെ ഗുണം. കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷം അങ്ങനെയുള്ള ആളുകളില്ല കോൺഗ്രസ്സിൽ. BJP ആ രീതിയിൽ വളർന്നു വന്നിട്ടില്ല. പിന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിട്ടൊന്നും BJPക്കാർ അങ്ങനെ പോവുകയില്ല, അടുപ്പിക്കുകയില്ല. അപ്പോൾ ഇവിടെ മത്സരം നടക്കുന്ന ആരുമായിട്ടാണ്? കോൺഗ്രസും CPMും ആയിട്ടാണ്. അപ്പോൾ ആളുകൾ പണ്ടത്തെ പോലെ എന്തെങ്കിലും ചിഹ്നം നോക്കിച്ച് അവർ ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടാണ് നിങ്ങൾക്ക് കാര്യം. പഴയ ജയറാമിന് മുണ്ട് ജയറാം എന്ന് പറയില്ലേ, അതുപോലെ നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് പറയുന്നത്
അത്രയും ആളുകൾ കൂടുതലുള്ളത് CPM-ലാണ്. അപ്പോൾ അവർ പിണറായി വിജയൻ്റെ മുഖമൊക്കെ വന്നു. പിന്നെ കിറ്റൊക്കെ കിട്ടുമ്പോൾ പിണറായി വിജയൻ അവർ പോസിറ്റീവായിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ മുമ്പായിരുന്നു മലയാളി നിങ്ങൾ എന്തൊക്കെ ഈ നമ്മുടെ ശ്രീനിവാസ സിനിമയിൽ പറയുന്നുണ്ട്, നമ്മൾ 500 രൂപ എടുത്താൽ അത് മേടിച്ച് നമുക്കെതിരെ വോട്ട് ചെയ്യും. പക്ഷേ തമിഴൻ അങ്ങനെയല്ല, നമ്മൾ തൈർസാദം മേടിച്ചെടുത്ത് ആജീവനാണെന്ന് നമ്മളോട് കടപ്പെട്ടിരിക്കും. ഇപ്പം മലയാളി അങ്ങനെയൊക്കെ തന്നെയാണ്. ആജീവനാന്ത കടപ്പാടുണ്ട്, അതിലെ ഇലക്ഷൻ സമയത്ത് കടപ്പാട് കാണിക്കും. മലയാളി നന്നായിട്ട് ഇപ്പം ഫ്രീ സാധനങ്ങൾ ആസ്വദിച്ചു തുടങ്ങി. എന്നിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക്, തരുന്ന ആളുകൾക്ക് മലയാളി വോട്ട് ചെയ്യാനും തുടങ്ങി. ഒരു പക്ഷേ UDF-ന് ഒരു അടിത്തറയിലേക്ക്, അതായത് ജനങ്ങൾക്കിടയിലേക്ക്, സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്ന തരത്തിലുള്ള നേതാക്കളില്ല, കുട്ടി നേതാക്കൾ. അതായത് നമ്മൾ ഇല്ല, ഈ ഇവിടെയുള്ള ഒരു ബൈ ഇലക്ഷന് നമ്മൾ ഈ സ്റ്റാഫ് അന്വേഷണം കൊണ്ടൊക്കെ ചിലപ്പം ജയിച്ചു. അതുകൊണ്ട് നമ്മുടെ പയ്യനൊക്കെ ജയിച്ചത്. പക്ഷേ അത് വിചാരിച്ചിട്ട് അതുപോലെ മറ്റുള്ളവർ ജയിക്കണമെന്നില്ല. അതാണ് ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ രാഹുൽ ജയിച്ചത്, രാഹുൽ സ്റ്റാഫ് പരിവേഷം ഉണ്ടല്ലോ. പക്ഷേ ജനറൽ ഇലക്ഷൻ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ BJP എന്നുള്ള ഫാക്ടറുണ്ട്. അവർ പല സ്ഥലത്തും UDF-ന് വോട്ട് കട്ടറാണ്. അവർ വോട്ട് കട്ടറായി എന്നാൽ തന്നെ UDF-ന് കിട്ടുന്ന പല വോട്ടും പോകും. രണ്ടാമത്തെ കാര്യം BJP-യുടെ ഒരു പ്ലാൻ, ഇപ്പോൾ രാജീവ് വന്നിട്ട് അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം LDF ഭരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ UDF ഇങ്ങനെ പുറത്തുനിന്ന് അവരങ്ങ് ഇല്ലാതെ പോയപ്പോൾ അതോടുകൂടി ലീഗ് അപ്പുറത്ത് ചെയ്യണം. ഇതൊക്കെയാണ് റിയലിസ്റ്റിക്കലി പറയുമ്പോൾ. പിന്നെ ഇലക്ഷനാണ്, ഇലക്ഷന് തൊട്ട് മുമ്പ് വേറെ എന്തെങ്കിലുമൊക്കെ തരംഗം ഉണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പറഞ്ഞ പിണറായിയുടെ മോങ്കാണ് ആളുകൾക്ക് ഭ്രാന്തെടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഇലക്ഷനെ പറ്റി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫാക്ച്വലായിട്ട് ബേസ്ഡ് ഓൺ എന്താണ് ഫാക്ട്സ് ആൻഡ് സ്റ്റാറ്റി ബേസ് ചെയ്തുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ UDF-ന്റെ സ്ഥിതി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. വഞ്ചി നീങ്ങാനുള്ള ഒരു ലക്ഷ്യം. പാഠം പഠിച്ചിട്ട് ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യണ്ടേ? നിങ്ങൾ പല ഓൾട്ടർനേറ്റീവ് ആരാളുള്ളത്? കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, നിങ്ങൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന ആരോടും ചോദിച്ചു നോക്കും. ഭയങ്കര കഷ്ടമാണ്. ഇത് മോഡിയും പിണറായി തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയൊക്കെ ഓടിപ്പോകുന്ന ഒരു സാധനമാണ്. ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിപ്പോൾ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ശമ്പളം ഉണ്ടാകില്ല, പെൻഷനും ഉണ്ടാകില്ല, ഒരു സാധനം ആളുകൾക്ക് ഭ്രാന്തായി പോകും. മലയാളികളെ കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പക്ഷേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥലമാണ്. അല്ലല്ല, അതിൻ്റെ മുമ്പേ ഉണ്ടല്ലോ. പിണറായി വന്നപ്പോൾ ഈ കിഫ്ബിൻ്റെ പേരിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഫണ്ട് മേടിച്ചു. അതാണ് പ്രശ്നമായി കിടക്കുന്നത്. ഐസക്കിൻ്റെ ഒരു കാണാൻ ഐഡിയ ആയിരുന്നു. ഈ ഐസക്ക് പറയുന്നത് ഇങ്ങനെ പണ്ടത്തെ കെനീഷ്യൻ തിയറി എന്ന് പറയും. കടം മേടിച്ചിട്ട് ചിലവാക്കുമ്പോൾ അത് കടം പ്രൊഡക്റ്റീവായിട്ട് മാറുമെന്നുള്ളത്. അത് കേരളം പോലെയുള്ള ഈ പിന്നെ 1 ലക്ഷം രൂപ ചിലവാക്കിയാൽ 40,000 രൂപ രാഷ്ട്രീയക്കാരനും കോൺട്രാക്ടറും കൊണ്ടുപോകും, എഞ്ചിനീയറും കൂടി കൊണ്ടുപോകുന്ന സ്ഥലത്ത് വല്ലതും നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. കടം ആദ്യം ഉണ്ടായിരുന്നു. എന്നാലും നമ്മളുടെ പല പദ്ധതികളും എടുത്തു പറയുകയാണെങ്കിൽ കേന്ദ്രം തന്നിട്ടുള്ള പദ്ധതികളെ ഉള്ളൂ എടുത്തു പറയത്തക്ക. കേന്ദ്രം തന്നും കേരളം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം പരിപാടി അല്ല, കേന്ദ്രം സ്മാർട്ട് സിറ്റി ഹൈവേ ഒക്കെ അതാണ്. പക്ഷേ സ്കൂളുകളൊക്കെ നന്നാക്കുന്നതും ഇപ്പം ഹോസ്പിറ്റലുകളൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ചെയ്യുന്നതാണ്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കടം കുവിഞ്ഞു കൊടുക്കുന്നു എന്നുള്ള വേറൊരു വസ്തുതയും കൂടിയാണ്. പക്ഷേ UDF എന്നാൽ കടം താഴോട്ട് പോകില്ലല്ലോ. അതല്ല പക്ഷേ കടം കുറയ്ക്കുന്നാലും പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ അമേരിക്കയിലെ ഒക്കെ പോലെ എക്കണോമി സ്റ്റേബിൾ ആയിരിക്കണം. അമേരിക്കയിൽ 100% അവരുടെ കടം, GDP 100% കടമുണ്ട്. പക്ഷേ പ്രശ്നമില്ല, ആ കടം ഒരു പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നുണ്ട്. അത് അതാണ് ഈ പിന്നെ തോമസ് ഐസക് പറയുന്നത്. പക്ഷേ അമേരിക്ക എവിടെ കിടക്കുന്നു? അമേരിക്ക ഒരു ഇൻഡിപെൻഡൻറ്റ്, ലോകത്തെ ഏറ്റവും പവർഫുൾ രാജ്യമാണ്. ഇത് ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ ഈ ഡെവലപ്പിംഗ് കൺട്രിയിലെ ചെറിയൊരു സംസ്ഥാനമാണ്. അതങ്ങനെ പറയല. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ റിയാലിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ LDF-ന് തന്നെ മേൽക്കായി. പിന്നെ നമുക്കറിയില്ല ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരം എങ്ങനെ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളതിനെ കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിയാലിറ്റി ബേസ് ചെയ്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ആത്മവിശ്വാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്തുള്ള പോലെ തന്നെ ഒരു ഊതിപ്പെരിപ്പിച്ച ആത്മവിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റാണോ ശരിയാവും? ഇരുകക്ഷികളുടെ ഈ ഒരു അടി കാരണം BJP വളരാനുള്ള ശേഷിയാണ്. രാജീവ് എങ്ങനെ എമേർജ് ചെയ്ത് വരുന്നു നോക്കട്ടെ. രാജീവ് സോഫ ഒരു വ്യത്യസ്ത എന്നൊരു ഫീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റില്ല. വോട്ട് സീറ്റ് അമിത്ഷാ പറയുന്ന പോലെ ഈ ആളുകൾ സീറ്റായി മാറണ്ടേ, വോട്ടായി മാറണ്ടേ. ഇപ്പോൾ RSSന് ഏറ്റവും കൂടുതൽ യൂണിറ്റുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേരളം. പക്ഷേ അതിൻ്റെ ഗുണമൊന്നും BJP-ക്കാർ കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രശ്നം. സോ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് അതിൽ കടന്ന ആത്മവിശ്വാസം, മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ആത്മവിശ്വാസം. ഇതിലേത് ശരിയാവുമെന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ റിയലിസ്റ്റിക്കലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് LDF-നാണ് സാധ്യതയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് തെറ്റാവാൻ ശരിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.